നമ്മൾ സമഗ്രമായി കേരളത്തിലെ ദേശീയ പാതകളിൽ ജനങ്ങൾ വലയുന്നത് ചർച്ച ചെയ്യുകയാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. മുരിങ്ങൂർ വരെയുള്ള ഭാഗത്താണ് ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിരിക്കുന്നത്. MS ലിഷോയാണ് വിവരങ്ങളുമായി ആദ്യം ചേർന്നത്. ലിഷോയ്, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത സ്ട്രെച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യം പൂർത്തീകരിക്കപ്പെട്ട ദേശീയപാത സ്ട്രെച്ചുകളിൽ ഒന്നാണ്. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കാത്ത സ്ട്രെച്ചാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ടോൾ പ്ലാസയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹത്തെ തന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. കേരളത്തിൽ വന്ന സമയത്ത് മണ്ണുത്തി ഇടപ്പള്ളി പാതയിലെ പ്രശ്നം എന്താണ്? മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഗതാഗത കുരുക്കിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ദേശീയപാത നിർമ്മിച്ച സമയത്ത് അവിടെ കുറേ സിഗ്നലുകൾ ഉണ്ടായിരുന്നു. ആ സിഗ്നലുകൾ ഇപ്പോൾ ഈ വാഹന പെരുപ്പം കൂടിയതോടുകൂടി, അതായത് അങ്ങനെ ആയതോടുകൂടി ആ സിഗ്നലുകളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്ന് വലിയ ഗതാഗത കുരുക്കായി. അപ്പോൾ അതിന് പരിഹാരമായി ദേശീയപാത അതോറിറ്റി അവിടെ മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ആമ്പല്ലൂർ, അതുപോലെ തന്നെ പേരാമ്പ്ര, കൂടാതെ മുരിങ്ങൂർ, കൂടാതെ അതിനുശേഷം ചിറങ്ങര, കൊരട്ടി, ഈ ഭാഗങ്ങൾ 5 ഇടങ്ങളിലാണ് പ്രധാനമായും ഇവിടെ ഇപ്പോൾ ഈ വഴിയിൽ മേൽപ്പാലം പണി നടക്കുന്നത്. പക്ഷേ ഈ പണിയൊക്കെ നടക്കുന്നത് കൃത്യമാണ്, അതൊക്കെ നല്ലതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നടത്തുമ്പോൾ കൃത്യമായി അതിന് പകരം സംവിധാനം ഒരുക്കണം. ആ പകരം ഓടേണ്ട വാഹനങ്ങൾ അത് ഏതിലൂടെയൊക്കെ പോകാൻ കഴിയും എന്നുള്ളത്, അത് കൃത്യമായി ആ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള കുഴിയില്ലാത്ത റോഡ് നിർമ്മിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചാലക്കുടി നഗരത്തിലാണ്. ചാലക്കുടി നഗരത്തിൽ മേൽപ്പാലം പോകുന്നുണ്ട് മുകളിലൂടെ. മേൽപ്പാലത്തിന് മുകളിലും ബ്ലോക്കാണ്, അതുപോലെ തന്നെ ചാലക്കുടി നഗരത്തിനകത്തും ബ്ലോക്കാണ്. അതായത് ദേശീയപാതയിലൂടെയുള്ള വാഹനങ്ങൾ ഇപ്പോഴാണ് ഏകദേശം ഒരു 15 മിനിറ്റായി വാഹനങ്ങൾ അനങ്ങിയിട്ട് ഇപ്പോഴാണ് മുകളിലൂടെയൊക്കെ വാഹനങ്ങൾ, മേൽപ്പാലത്തിന് മുകളിലൂടെയുള്ള വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ട്. പക്ഷേ അപ്പോഴും ഈ നഗരത്തിനകത്ത് താഴെ വാഹനങ്ങൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് കാരണം. മറ്റൊന്നുമല്ല, ഇത്രയധികം നേരമായി വാഹനങ്ങൾ ആ മുരിങ്ങൂരിലുള്ള കുഴി, ആ കുഴികളും റോഡിലെ കുഴികളും അതിനോടൊപ്പം തന്നെ അവിടെയുള്ള നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും ഒക്കെ കാരണം അതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവർക്കൊരു നരകയാത്രയാണെന്ന് മാത്രമല്ല, ഇവർക്കൊരു ദുസ്വപ്നമാണ് ഈ പാത എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ഒരു ദുസ്വപ്നമാണ്. അത് അത്രത്തോളം എല്ലാവരും അനുഭവിക്കുന്നതാണ്. ചേട്ടാ, ഇപ്പം ടൗണിനകത്തേക്കൊക്കെ ബ്ലോക്ക് ആയില്ലോ അല്ലേ? രാത്രി 10 മണിക്ക് തുടങ്ങി ബ്ലോക്കാവും. ഇന്നലെ രാത്രി ഇപ്പൊ ഇത് സാധാരണ മോളിൽ കൂടെ അല്ലേ വണ്ടികളും ഇതൊക്കെ പോകാറുള്ളത്? ഇതിപ്പോ മോളിലും ബ്ലോക്ക് ആയാലാണ് താഴത്തോട് പറഞ്ഞാൽ അവർ അവിടെ പോട്ടൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടെ വരികയാണ്. അതെ, അതായത് ദേശീയപാതയിൽ ബ്ലോക്ക് ആകുമ്പോൾ നേരെ സർവീസ് റോഡിലൂടെ വരുന്നു. സർവീസ് റോഡിലൂടെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ നഗരത്തിനകത്തേക്ക് എത്തുന്നത്. അവിടെയും ബ്ലോക്കാണ്. ഇപ്പോൾ ദീർഘദൂര ബസ്സുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്, അതിനോടൊപ്പം തന്നെ കണ്ടെയ്നർ ലോറികളൊക്കെയാണ്. ഇതൊന്നും ശരിക്കും ഇതിലൂടെ പോകേണ്ട വാഹനങ്ങളല്ല, പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ ഇതിലൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇതാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയപാതയുടെ അവസ്ഥ. ലിഷോയ്, നമുക്കറിയാം 2012-13 കാലഘട്ടങ്ങളിലാണ് ഈ ഹൈവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ സ്ട്രെച്ച് പണിതിട്ടുള്ളത്. പല ഇറഗുലാരിറ്റീസ്, ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഈ പാത ഇത് BOT അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ടോള് വാങ്ങുന്ന പാതയായിരുന്നു. ആ പാതയിൽ മെയിൻ്റനൻസും റിപ്പയറും കൃത്യമായി നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു വലിയ പ്രശ്നം. കേരളത്തിൽ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ട ദേശീയപാത സ്ട്രെച്ചിൻ്റെ അവസ്ഥ ഇതാണ് എന്നുള്ളതൊരു ഗൗരവപൂർണ്ണമായ ചോദ്യമാണ്. പല അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുരുക്കഴിക്കാൻ എന്തെങ്കിലും പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിലുണ്ടോ? പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിർദ്ദേശം വന്ന്, ഒരു വിമർശനം വന്ന്, ഒരു വിധി വന്നു. അതായത് 4 ആഴ്ചത്തോളം ടോൾ പിരിവ് നിർത്തിവെക്കണം. ഈ 4 ആഴ്ച കൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ ഈ 4 ആഴ്ച കൊണ്ട് അത് പൂർത്തീകരിക്കണം. പക്ഷേ ഈ ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ കരാർ കമ്പനികളൊക്കെ തന്നെ ചെയ്യുന്നത്. അതായത് ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതോടുകൂടി ഇവിടെയുള്ള അറ്റകുറ്റപ്പണികൾ നിർത്തിവെച്ചു. മാത്രമല്ല, ഈ ടോൾ റോഡിലൂടെ പോകുമ്പോൾ ആളുകൾക്ക് ലഭിക്കേണ്ട ആ ഒരു അവകാശം അതൊക്കെ തന്നെ നിർത്തിവെച്ചു. അതായത് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും യാതൊരു വിധത്തിലും
നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ധാർഷ്ട്യമാണ് ഈ കരാർ കമ്പനികൾക്കും ഒക്കെ തന്നെ ഉള്ളതെന്ന്. ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ടോൾ പിരിവ് നിർത്തിവെച്ചാലും ആ പണം ഞങ്ങൾ തന്നെ കൊടുക്കണം ഈ കമ്പനിക്ക് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ തന്നെ നികുതി പണം ദേശീയപാത അതോറിറ്റി മറ്റൊരു വിധത്തിൽ പിരിച്ചെടുത്ത് ഈ കരാർ കമ്പനിക്ക് തന്നെ കൊടുക്കും. അപ്പോൾ തത്വത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഈ കരാർ കമ്പനിക്കൊന്നും തന്നെ GIPL ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ തന്നെ അനുഭവിക്കേണ്ടത് ജനമാണ്. ജനങ്ങൾ എപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും മൗലികമായ പ്രശ്നം. ഇതിപ്പോ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി കേരളത്തിലെത്തി ഈ ഇപ്പോൾ ലിഷോയിൽ നിൽക്കുന്ന മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ റോഡിന് ഇതുപോലെ തകർന്നു കിടക്കുന്ന റിപ്പയർ നടത്താത്ത ഈ റോഡിനാണോ ടോൾ പിരിക്കുന്നതെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ചോദിക്കേണ്ടി വന്ന ആ റോഡിലാണ് ഇപ്പോൾ MS ലിഷോയ് നിൽക്കുന്നത്. ജനമേ, ഇത് സഹിക്കുക എന്നുള്ളതല്ലാതെ എന്ത് വഴി? നോക്കൂ, നമ്മുടെ നാട്ടുകാർ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന യാത്രികർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. எல்லா ரோடுமே பாலம் ஃப்ளேவர் வேலை பார்க்குறது பூரா சர்வீஸ் ரோடு ஃபுல்லாக பிளாக்கு. 4 hours 3 hours 5 hours ஆகுது എറണാകുളം പോകാൻ. പാലക്കാട് നിന്ന് എറണാകുളം പോകാൻ 5 hours ആകും. പുലർച്ചയ്ക്ക് 2 മണിക്ക് വന്നതാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് പാലക്കാട് നിന്ന് വരുവാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റൽ കേസിന് പോവാന്ന്. ഇത് ആദ്യമായിട്ടല്ല, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാരണത്തിൽ മുടങ്ങിയതാന്ന്. അന്ന് മിനിസ്റ്റർക്കും ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തതാണ്. അത് വലിയ ഇതൊന്നും വന്നില്ല അന്ന്. ഇപ്പോൾ ട്രോൾ ഒഴിവാക്കി കിട്ടിയെന്നൊരു ഇതുള്ളൂ. അതിപ്പോൾ പിന്നെ ഇതിനകത്തുള്ള പൈസ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. 10 മണിക്ക് സാധനം എത്തേണ്ട ലോഡാണ്. 5 മണിക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന് ലോഡും കൊണ്ട്. ഇത് 10 മണിയല്ല 12 മണിയല്ല അവിടെ എത്തില്ല. അർഹതപ്പെട്ട ഇതൊന്നും കിട്ടുന്നില്ല അവർക്ക്. അതാണ് ഇതിലെ ദയനീയമായ ഒരു ഇത്. ഇപ്പോൾ ഇവിടുത്തെ ടോളുകളുടെ പാലിയേക്കര ടോള് തന്നെ അതിൻ്റെ കാലാവധി തീർന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എല്ലാവരും പങ്കുവെച്ചെടുക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ആർക്കും ഇതില്ല. പബ്ലിക്കിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. 5 மணி நேரம் பக்கமாக இருக்குது. 5 மணி நேரமாக நின்றுருக்கோம். காலையில் 1 மணிலேருந்து விடிகாலையில் நின்றுருக்குறோம். ഇത് പെരുമ്പാവൂർക്ക് 4 മണിക്കൂറായി. മൂത്രമൊഴിക്കാനോ ഒന്നിനൊന്നും പറ്റിയിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ 2 മണിക്കൂറാണ്. അവിടെ ഇങ്ങോട്ടെത്താം വലിയൊരു ഇത് വന്നിട്ടില്ല. പക്ഷേ തൃശ്ശൂർ തൊട്ട് പാലിയേക്കര തൊട്ട് ഇതുവരെ ബ്ലോക്കില്ല.